അപ്പം ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ആദ്യ കുർബാനയുടെ അവസാനത്തെ ദിവസമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങ് അടുത്തെത്തി. ഇനി 2-3 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നും ചെയ്ത് തീരുന്നില്ല. അതിൻ്റെ ഒരു വെപ്രാളം നന്നായിട്ട് എനിക്കുണ്ട്. അപ്പം ഞാൻ അവിടെയും ഇവിടെയും കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്ത് കൂട്ടി വെച്ച വീഡിയോസ് ഉണ്ട്. വീഡിയോസ് മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. എൻ്റെ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ ഈ 3 പിള്ളേരെയും വെച്ചിട്ട് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പെറുക്കി മനുഷ്യന്മാർ വരുമ്പോഴത്തേക്ക് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ തൂക്കലും തുടക്കലും അടിച്ചുവാരലൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ കാട് വെട്ടാൻ ആൾ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ നന്നായിട്ട് അടിപൊളിയായിട്ട് കാടൊക്കെ വെട്ടിത്തരും. അപ്പോൾ തന്നെ അതൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ 2-3 ആഴ്ചയായിട്ട് എനിക്ക് ഊണുമില്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. ടെൻഷൻ അടിച്ചിട്ട് ഞാനാണെങ്കിൽ ക്ഷീണിച്ച് മെലിഞ്ഞ് തൊലിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാവരും ഉറക്കി കഴിഞ്ഞിട്ട് ഒരു 2 മണി വരെയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. കാരണം ചെറുക്കനെയൊക്കെ ഉറക്കി പിള്ളേരെല്ലാം ഉറങ്ങി സ്വസ്ഥമായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം വൃത്തിയാക്കും, അപ്പുറത്തെ സ്ഥലം നശിപ്പിച്ചു. ഞാൻ അപ്പുറത്ത് പോയി നേരെയാക്കുമ്പോൾ ഇപ്പുറത്തെ സ്ഥലം നശിപ്പിക്കും. അങ്ങനത്തെ പരിപാടി. പിന്നെ ഉണ്ണിയാണെങ്കിൽ രാവിലെ എഴുന്നേച്ചങ്ങ് പള്ളിയിലേക്ക് പോകും, ക്ലാസ്. അങ്ങനെ ഒരു ഉച്ചയാവാതെ അവൾ വരത്തില്ല. പിന്നെ അവൾ വന്നാലേ കൊച്ചിനെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുക്കളപ്പണി, പിന്നെ ചെറുക്കനെ നോക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചതാണേ. അപ്പോൾ ഇതാ ജനൽ തുടയ്ക്കൽ, അടിച്ച് വാരൽ, ചുക്കിലടിക്കൽ, ഇതിനകത്തൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു, അയ്യോ ഞാനിതൊന്നല്ലല്ലോ ചെയ്ത്, കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ഞാൻ മടുത്ത് വിഷമിച്ച് പോയായിരുന്നല്ലോ, ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നേ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഓരോ പരിപാടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ലേസായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോഴും എന്നോട് പറയും, ഇങ്ങനെ ചവിട്ടിയൊക്കെ അലക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു പണിക്കാരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, അങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ആരെയും വിളിക്കാതെ ഞാൻ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെയും വിളിച്ചൊന്നുമില്ല, എല്ലാം ചെയ്തു. എന്നാലും ചവിട്ടിയൊക്കെ അടിച്ച് പട്ടപ്പട്ടയെന്ന് അലക്കുമ്പോൾ കുറേ ഉള്ളത് കൊണ്ട് അലക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ളതല്ലേ, നടുവിൽ നിന്നൊക്കെ എന്തുകൊണ്ടൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രസവിച്ചിട്ട് അധികം നാളായില്ലല്ലോ, ഒരു 10 മാസമല്ലേ ആയുള്ളൂ. അതിൻ്റെ എന്തൊക്കെയോ അവിടേക്കോ ഇവിടേക്കോ ഒരു ചെറിയ വേദനകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് ടെൻഷൻ അടിച്ച് പണ്ടരടങ്ങിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ണിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ സ്വന്തം എല്ലാം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീടല്ലാത്തതുകൊണ്ട് പെയിൻ്റടിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അല്ലാണ്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി പെറുക്കി അടുക്കി പെറുക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ. പിന്നെ ഞാൻ കുറേ നേരം നമ്മുടെ വീടിനകത്തെ പരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും. ഒന്നും തീരുന്നുമില്ല. ഞാനൊരു സ്ഥലം ശരിയാക്കുമ്പം അവർ വേറെ സ്ഥലം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോരും. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ്റെ കാട് വെട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെടി ഞാൻ നേരത്തെ തന്നെ കാടെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ പോയി കാട് വെട്ടുമ്പം എൻ്റെ ചെടിയെല്ലാം കൂടെ അടിച്ച് പറിച്ച് കളഞ്ഞാലോ എന്ന് വിചാരിച്ചു കുറച്ചിങ്ങനെ മാന്തി വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് കാടെല്ലാം പറിച്ച് ഇവിടം പെട്ടെന്ന് തന്നെ അടിച്ചു വാരിയിടും. മഴ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം അവിടെ അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കും. അപ്പോഴത്തേക്ക് ഞാനതെല്ലാം കൂടി അടിച്ചു വാരി കൂട്ടി എടുത്ത് പറക്കി താഴോട്ട് എറിയാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഉണക്കാനുള്ള സാധനങ്ങളൊക്കെ ആഴ്ചയായപ്പോഴത്തേക്കും മഴയെല്ലാം അങ്ങ് വന്നു കേട്ടോ, വെയിലെല്ലാം അങ്ങ് പോയി. അയ്യോ ഞാൻ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചു പോയി എന്തെല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 2 ദിവസത്തേക്ക് എനിക്ക് നല്ല വെയിലൊക്കെ കിട്ടിയായിരുന്നു. ഞാനതെല്ലാം കൂടെ പെറുക്കി ഉണക്കി അടിച്ച് വാരി കഴുകി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് നേരം പുറത്തുനിന്ന് ചെയ്യുമ്പോഴത്തേക്കും കൊതുക് കടിച്ചിട്ട് ഒരു രക്ഷയില്ലാതാവും. അപ്പോൾ ഞാൻ ചാടി അകത്ത് കയറുന്നുണ്ട്. പിന്നെ അകത്തെ പരിപാടി കുറേ ചെയ്യുവേ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറേ ഡപ്പികളും സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എസക്കൂട്ടനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ നോക്കുവാണ് കേട്ടോ ഞാൻ ഇനി ചെയ്യുന്നു. ഇവർക്ക് കൂടും വേണം, കൊച്ചിനെ നോക്കാനും പറ്റില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമാണ് ചെയ്തത്. പിന്നെ ചേട്ടായിക്ക് പറ്റുന്ന സമയത്തൊക്കെ എല്ലാത്തിനും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ബെഡൊക്കെ വലിച്ച് ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. പിള്ളേരൊക്കെ കിടക്കുന്നതാണ്. അതിനകത്താണെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് മൊത്തം നാശകൂശായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുത്തേക്കാന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ടപ്പോഴത്തേക്ക് ഇതാ പെരുമഴ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓടിച്ചാടി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അടുക്കളയുടെ ഭാഗത്ത് ഇതുപോലെ ഒരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജാതിക്ക എടുത്ത സമയത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതൊക്കെ മൊത്തം നശിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ വലിച്ച് പറിച്ച് ദൂരെ കൊണ്ട് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഞാൻ ചേട്ടായിയും കൂടെ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കിനെയാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി കൊണ്ടുവരുന്നത് നമ്മുടെ കാർഡ് അടിക്കാനും മറ്റേ ഫ്ലെക്സ് പോലെ ഇങ്ങനെ അടിക്കുന്ന സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്റ്റുഡിയോയിൽ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുന്ന പോലെ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വെള്ള ഡ്രസ്സ് ആയതുകൊണ്ട് കയ്യിലൊക്കെ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ വല്ല ചെളിയും പറ്റിയിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ കാര്യം. അപ്പോൾ അങ്ങനെ
ഉണ്ണീനെയും കൊണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാലക്കയത്ത് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി അവളെ അങ്ങനെ റെഡിയാക്കി പെറുക്കി എല്ലാ പിള്ളേരെയും എവിടെ പോയാലും ഇവരെല്ലാം വാരിക്കെട്ടി പോകണമല്ലോ, അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും വാരിക്കെട്ടി പെറുക്കി പോവുകയാണേ. അപ്പോൾ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് വന്നു. അപ്പം ലാസ്റ്റ് നിമിഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ദിവസമേ ഉള്ളൂ, നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഡ്രസ്സ് എടുക്കാനേ താമസിച്ചു. പിന്നെ ഇവിടെ ഓരോരുത്തരും മൂട്ടിൽ തീ പിടിച്ച് വരണമെങ്കിൽ കുറച്ച് താമസം, എല്ലാത്തിനും കുറച്ച് സ്ലോവിൽ ഇങ്ങനെ താമസമാണ്. ഞാനാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച്, എനിക്കാണെങ്കിൽ ഭയങ്കര സ്പീഡും അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളും. അപ്പോൾ അങ്ങനത്തെ രണ്ട് ആൾക്കാരായതുകൊണ്ട് ഒരാളിങ്ങനെ സ്ലോയിൽ വരും, ഒരാളിങ്ങനെ സ്പീഡിൽ പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടി കച്ചറ കുത്ത് ചവിട്ട് അതൊക്കെ ഇവിടെ അരങ്ങേറാറുണ്ട്. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതാ രാത്രി കാലത്തുള്ള ഡ്യൂട്ടികളാണ് കേട്ടോ. ഇതാ ചേട്ടായി ഇതാ പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ജനലൊക്കെ തുടച്ച് തരിക. പുള്ളി പുറത്തുനിന്ന് ജനൽ തുടച്ച് തരും, ഞാൻ അകത്തുനിന്ന് ഇങ്ങനെ ജനൽ തുടയ്ക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ പണികൾ തീർക്കുന്നത്. അങ്ങനെ ഞാൻ ചവിട്ടിയൊക്കെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെക്കാളും വലിയ ഓരോ ചവിട്ടികളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ചെറിയ ചവിട്ടിയാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോൾ അയ്യോ ഇതൊന്നും അല്ലല്ലോ ഞാൻ അലക്കിയത്, കുറേ അലക്കിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. ഞാൻ തൊരെണ്ണമല്ലേ അലക്കുന്നുള്ളൂ, ബാക്കി ഒരു 10 വയസ്സാണ് വേറെ ഞാൻ അലക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ചവിട്ടികളൊക്കെ അലക്കിയപ്പോഴത്തേക്കും 30 കഴിഞ്ഞുകൊണ്ടേ ഒരു ഉളുക്കിപ്പിടുത്തമൊക്കെ എവിടേക്കോ തോന്നിയായിരുന്നു. പിന്നെ ഞാനത് വാതിലും ജനലൊക്കെ അതൊക്കെ ഇടയ്ക്ക് തുടയ്ക്കുന്ന, എന്നാലും അതെല്ലാം വെളുക്കൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് തുടച്ച് പെറുക്കി എടുക്കുന്നുണ്ടേ. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏകദേശമൊക്കെ കുറേയൊക്കെ സെറ്റായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യ കുർബാനയ്ക്ക് മുന്നേ ആയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനം, സന്തോഷമായി. പിന്നെ എല്ലാം അമ്മയുടെ കൈകളിൽ ഭദ്രമാണെന്ന് എനിക്കറിയാലോ. അപ്പോൾ അത് യേസക്കുട്ടനെ ആദ്യം തന്നെ എടുത്ത് കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ തലേദിവസം മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് തലേദിവസത്തിന് മുമ്പത്തെ ദിവസം വന്നു കേട്ടോ. അപ്പം അതുകൊണ്ടൊരു സമാധാനം എനിക്കുണ്ട്, അമ്മ വന്നല്ലോ അപ്പോൾ എല്ലാത്തിനും. പിന്നെ പുള്ളിക്കാരി എല്ലാം അങ്ങ് ചെയ്തോളൂ എന്ന് എനിക്കൊരു സമാധാനമുണ്ട്. പിന്നെ വേറെ ആരും നമ്മളെ സഹായിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം അമ്മ വന്നപ്പോഴാണ് എൻ്റെ ദീർഘശ്വാസം നേരെ വീണത്. ഓ സമാധാനം. അപ്പോൾ ഇത് പിള്ളേരുടെ തുണികളൊക്കെ ഞാനെടുത്ത് അടുക്കിപ്പെറുക്കി വെക്കുക. അത് അടുക്കിപ്പെറുക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, നാളെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വലിച്ച് താഴോട്ടിടും. എന്നാലും ഒന്ന് അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചാൽ എൻ്റെ ഒരു ചെറിയ സമാധാനത്തിന് വേണ്ടി. അമ്മയോടെ എന്തൊക്കെയോ ഉരച്ച് തേച്ച് പെറുക്കി കഴുകുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതാ ഈ വർക്കേരിയ ഒന്ന് അടിച്ച് പെറുക്കി നല്ല സോപ്പ് പൊടി ഇട്ടിട്ട് കഴുകണം കേട്ടോ. ഇവിടെ എപ്പോഴും വിറകൊക്കെ വെച്ച് മൊത്തം പട്ടി വരെ ഇവിടെ കയറാറുണ്ട്. അപ്പോൾ അത് കാരണം നന്നായി അടിച്ചൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെ വേഗം വെയിൽ കണ്ടപ്പോഴത്തേക്കും ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി സോപ്പ് പൊടിക്ക് എടുത്തൊക്കെ ഇട്ടൊന്ന് കഴുകി സെറ്റാക്കിയതാണ്. പിന്നെ നമുക്ക് കുറച്ച് കസേരയും സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഒന്ന് പുറത്ത് കൊണ്ടിട്ട് ആ ചുക്കിലെല്ലാം തട്ടിപ്പറക്കി കളഞ്ഞ് ഒന്ന് ഉരച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു വെട്ടവും വെളിച്ചൊക്കെ വന്നു കസേരയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അതെല്ലാം കഴുകിപ്പെറുക്കി എടുക്കുമായിരുന്നു കുറച്ച് ഉറങ്ങിക്കിടന്ന സമയത്തെ. പിന്നെ ഇത് അമ്മ എന്തൊക്കെയോ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നു, ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഇവരിവിടെ അപ്പനും മോളും കൂടെ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു. അവിടെ കിടന്ന് വെള്ളത്തിൽ കളിക്കുന്ന കണ്ട് സിറ്റൗട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒന്ന് എടുത്താണ് വീഡിയോയെ. അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. ഞങ്ങൾ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ലാസ്റ്റത്തെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അകവും പുറവും ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റെഡിയാക്കിയേ.